ഹലോ ഗൈസ്, സമയം 12 മണി 10 മാർച്ച് 10. ഒരു തെണ്ടി രാത്രി ഞാൻ ഇവിടെ ഉറങ്ങാൻ പോവാ. എന്നെ വിശപ്പ് കൂടാൻ വേണ്ടി പറയടാ. അരമണിക്കൂർ മുമ്പ് ഈ ചെങ്ങ എന്നോട് പറയാം മട്ടൻ കണ്ടോ. ഞാനിവിടെ വിശന്നിരിക്കുക. അതിട്ട് ഇപ്പൊ 12 ഉറങ്ങാൻ ബെഡെല്ലാം സെറ്റാക്കി ഉറങ്ങാൻ പോവാ. പറയാടാ. അതല്ലേ അവസാനം പറയാം. ഇതിന് മുമ്പേ ചെങ്ങ എന്നോട് അതിന് മുമ്പേ എന്നാടാ പറഞ്ഞേ? അല്ല, അതിനു മുമ്പേ അതല്ല, കളിക്കുകയാണ് രണ്ട്. അവ എന്നോട് പറഞ്ഞ് എന്തോ ചാളയൊക്കെ പിടിച്ചിട്ട് ഞെരുക്കി. ശരി എന്നാ. നീയല്ലേ അത് പറഞ്ഞുണ്ടാക്കിയത്. അടങ്ങിയിരുന്ന് ഉറങ്ങാൻ പോകുന്ന ഞാനായിരുന്നു. അവന്റെ സ്കൂളിലത്തെ സാമ്പാർ പോകാൻ പറ. എനിക്കിവിടെ ചിക്കൻ കഴിക്കാൻ കഴിഞ്ഞിട്ട് സാമ്പാറും കൊണ്ടുവന്ന് എനിക്ക് സാരമില്ല. ധാരാളം മൊങ്കല കഴിക്കാം. പോണോ, എനിക്ക് വിശന്നിട്ട് കഴിയാം. കഴിക്കാടാ, കഴിക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. രാത്രി 12 ഉറങ്ങാം. ഈ അണ്ണൻ വരുവാടാ. അണ്ണ ഇനി വരുവോ? മണ്ണാങ്കട്ട ബെഡ്ഷീറ്റ് കുറഞ്ഞത് മുഴുവൻ പൊടിയായി. ചുമയായിരുന്നു ഇവിടെ. ഇതാണ് ഇന്നത്തെ പരിപാടി. രാത്രി വിശന്നിട്ട് ഞാൻ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കിടക്കാൻ പോവാ. കണ്ടോ, എൻ്റെ വയറ് കത്തിയിട്ട്. എനിക്ക് കേക്ക് നാളെ വൈകിട്ട് ഫസ്റ്റ് ബ്രേക്കിന് വേണ്ടി എന്നാ കഴിക്കാനാ. അവിടെ പൈസ പൊട്ടിക്കണ്ടേ? പൈസക്കൊക്കെ ഒരു ക്ഷാമമുള്ള ദിവസങ്ങളാണ് അല്ലേ കാർത്തിക്? ഇല്ല, എനിക്ക് ചാള മീനാന്ന് പറയാം. മീനെ കാണാൻ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാം. മസാല പുരട്ടിയ ഇന്ന ടേസ്റ്റ് വന്ന് എനിക്കറിയാം. എനിക്ക് വിശക്കുന്നു. ഈ രാത്രി 1 മണിക്ക് എവിടെ പോയിരുന്ന് കഴിക്കാന്? അതെ, നീ ബ്രെഡ് എടുക്കുക. എനിക്ക് വിശക്കുന്നു. ഞാനിവിടെ ഉറങ്ങാൻ പോവാ. എന്നെ പീനട്ട് ബട്ടർ എടുക്കുക. ഷേക്ക് എടുക്കാം. വാ. ശരി. അവസാനം ബ്രെഡ് ഇപ്പൊ തീർക്കാൻ പോവാണ്. എന്നാകട്ടെ, എനിക്ക് വിശക്കുന്നു. പോകാൻ പറ. തേൻ അണ്ണൻ്റെ അല്ലേ? ഇതിലോട്ട് എങ്ങനെ ചമ്പുന്നത്? അല്ല, തേനും ഇതും കൂടെ പുരട്ടിയാൽ ചിലപ്പോൾ ടേസ്റ്റ് ആണ് ഇവിടെ. പക്ഷെ തേൻ കഴിച്ചത് മട്ടല്ലോ. നാളെ രാവിലെ തേൻ കഴിച്ചല്ലോ. എന്നാണ് തേൻ കഴിച്ചാൽ മത്തളകുമെന്ന്. മത്തളകുമെന്നുള്ള ഉദ്ദേശിച്ചത് ഉന്മേഷം കിട്ടും. പക്ഷെ ഉറങ്ങണ സമയത്ത് ഉന്മേഷം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇത്രേ ഉള്ളൂ. അത് തീർന്നത് അതിൻ്റെ ഒന്നുമില്ല. അവിടെ ഇത് അടിച്ചെടുക്കണം. റോൾ ഉണ്ടാക്കുവാണ്. അത് ചില്ലാണത്. ആടാ, ന്യൂട്ടല്ലേ. ഇച്ചിരി കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കൂ. അത് നാളത്തേക്കാണോ? പിന്നെ അന്ന് രണ്ടും അടുപ്പിച്ചിരിക്കുന്നില്ലേ? റോളാണ് ഒരു വരയ്ക്ക് വരച്ചാൽ. അതെ, ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ പിടിച്ചടാ. നീ കൊണ്ടുവന്നത് തന്നെയാണോ? അല്ല, അണ്ണൻ്റെ ചാമ്പ്യതാ. അണ്ണ എൻ്റെ അത് തുറന്ന് വെച്ചിട്ട് പോയി. അതിപ്പം നമ്മുടെ ബൈറ്റിൽ പോവും. പിടിച്ചേ. എങ്ങോട്ടാ ഇപ്പൊ വെക്കുന്നത്? ആടാ മലര്. ഞാനിപ്പോ എന്തിനാ പല്ല് വെച്ച്? സാരമില്ല, പോട്ടെ.
താഴെ പോവോ? താഴെ പോകാൻ സാധ്യതയില്ല. എന്താ താഴെ പോവാടാ? കുറച്ചുണ്ടാവും പഠിച്ചെടുക്കും. എനിക്ക് ഒരു ഒന്നും ഞാൻ തേങ്ങ പൊട്ടിച്ചാക്കി അത് അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് ചീത്തി എന്തായാലും ചീത്തയോ? അല്ല അങ്ങനെയല്ല, അതിനകത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ചീത്തയോ? എല്ലാം കളയാൻ 400 രൂപ അത്രേ ഉള്ളൂ. ഇതിനെക്കാട്ടും വില അവിടെ നിങ്ങൾക്ക് 500 ml തേങ്ങ എത്ര വില? മുക്കാലോ പോട നമ്മൾ സാധാരണ എന്താ ചെയ്യാറില്ല വീട്ടില്, മറ്റേ ഞെക്കി പിഴിയുന്ന സാധനം എടുക്കുക മിക്കവാറും. കുറച്ച് നാളെ ഇന്ന് രാത്രി എന്താ മുത്തേക്ക് തേനിലൊക്കെയാണല്ലോ കിടക്കണത്. എന്നെ കൂടെ വിളിക്കായിരുന്നു തമ്പിന്നത്. കാണിച്ചു കാണിച്ചു അവിടെ എനിക്ക് വന്ന് കൊള്ളത്തില്ല. എൻ്റെ മോഹം കളഞ്ഞ്. നല്ലതെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇവിടെ തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നു കൊള്ളത്തില്ലെന്ന്. ഇപ്പൊ വേണ്ടല്ലോ. ഓ അവൻ സിഗ്മ കളിക്കാൻ നോക്കും എൻ്റെ ഇടയിൽ. പെണ്ണുങ്ങളെ കാണത്തില്ല, നീ വെച്ചിട്ട് പോകും പിപ്പിന്റെ കളികളല്ലേ, നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ഈ ചുണ്ടരക്കുട്ടപ്പൻ കഴിക്ക് എടുക്ക്. ടേബിൾ മുഴുവനാക്കല്ലോ, ലാപ്ടോപ്പിലാക്കല്ലോ. ലാപ്ടോപ്പിൽ മാത്രമേ ഒരു പ്രിന്റ് ഇട്ടേക്കാം പോലെ. നാളെ ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും ഡെങ്കു. നാളെ ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും ഡെങ്കു ആണെങ്കിൽ സീനായിരിക്കും. എൻ്റെ മുട്ടയുടെ കൊതുക് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മുക്കത്തില്ല. അപ്പൊ നീ അപ്പൊ മുക്കിയത്? ആ പൊട്ട ഞാൻ തേച്ചില്ല എന്റെ മേളില്, ഒഴിക്കുവായിരുന്നു. ആണല്ലേ. പിന്നെ ടിഷ്യൂ പേപ്പറിൽ വെച്ചോ? അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ നീ മുക്കിയില്ലല്ലോ. മുക്കിയില്ല. ഭാഗ്യം. ഒറ്റ സ്പൂൺ എടുത്തിട്ട് കഴുകിട്ട് തരാം. വേണ്ട, കഴുകൊന്നും വേണ്ട, അതിന്റെ മുകളിൽ തേച്ചാൽ മതി. ഇതിങ്ങോട്ട് തായോ, ഇതിന്റെ മുകളിൽ തേച്ചിട്ട് തരാം. അടിയോണ്ടല്ലേടാ തേച്ച? ഞാൻ തുടച്ച് പറ്റിയോ? ഉദ്ദേശം അവൻ അങ്ങനെ ചെയ്താൽ മതിയാവോ? മതിയാവോ? അതിന്റെ മുകളിൽ നിൽക്കാതിരുന്നാൽ ഇവിടെ കൊതുവൊക്കെ അകത്തോട്ട് വരുന്ന ഇതിന് മുട്ട ഉണ്ടാവും. മൊത്തം എടുക്കോ? ഞാൻ ചോദിച്ചോളാം. പിന്നെ തൊട്ട് ഇല്ലായില്ലല്ലോ. ഞാൻ പിടിച്ചേ പുറത്തെടുക്കാം, നാളെ രാവിലെ കഴിക്കാനുള്ളത്. മതി മതി ക്ലീനാക്കി വെച്ച് പുറമേ ഒരു സ്പൂൺ. അയാൾ ഉപയോഗിക്കാത്തതാണ്. പുള്ളി ഉപയോഗിക്കണൊക്കെ ഉണ്ട്. ആണോ? പിന്നല്ലേ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോ പുള്ളിയുടെ കക്കുമല്ലേ ഇപ്പം? അതല്ല പിന്നല്ലാണ്ട് സാധനം കൊള്ളാല്ലേ. എങ്ങനെയുണ്ട്? കുറച്ച് ദിവസമായിട്ട് ഡാബർ ഹണി വാങ്ങിക്കാം. ഡാബർ പാട്ടേരാ മരത്തിന്റെ ഇഷ്ടം ഓർമ്മ ഉപയോഗിക്കാതെ ഡാബറിന് കുറച്ച് വിലയുള്ള നക്കിയേക്കല്ലേ. പക്ഷെ ഉറക്കം വരില്ല.
10 മിനിറ്റോ? ആ മുംബൈയിൽ പിന്നെ സ്ഥലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ എടുക്കാം. അതന്നെ സ്ഥലമുണ്ട്, അത്ര തന്നെ. നിന്റെ സ്ഥലമില്ലല്ലോ. ഞാൻ നക്കിയിട്ടില്ല. അങ്ങനെ എടുത്ത് വിശക്കുന്നാണോ? ഇനി ചാള വേണം. ഇതുണ്ട്. നമുക്ക് കടലിൽ പോവാം, ചാള കണ്ടുപിടിക്കാം. ഇവിടത്തെ ചാള തല്ലിപ്പൊളി ചാളയാണ്. അത് ചേട്ടത്ത് കൊള്ളൂല. കേരളത്തെ ചാളയാണ്. അതെ, കേരളത്തിൽ നല്ല ശുദ്ധമായ ഫ്രഷ് വാട്ടർ ഇവിടെയാണ് എല്ലാം കൂടെ. ചാള ഫ്രഷ് വാട്ടർ മീനല്ല. ഒന്നും എനിക്കൊന്നുമില്ല, കോംപ്ലിക്കേറ്റഡ് തന്നെ. പോയിട്ട് നേര് അവിടെ എന്താ പറയാ, ഐക്കോറ എന്ന് പറയുന്നത് കിങ് ഫിഷ്. അല്ലല്ല, അവിടെ അറബിക് വാക്കൊക്കെ എനിക്കെന്താ അറിയാം. ഒരു ടിഷ്യൂ കൂടെ എടുത്താൽ ഹബീബി ഞാൻ ഞാനും വരാം. പല്ലേ അവിടെ തേക്കാണോ? ഓഫ് ചെയ്തേക്കട്ടെ. ഞാൻ നക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. പിന്നല്ലാണ്ട് നീ നക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം കാണിക്കണ ഇതിനകത്തും. ഓഫാക്കണം. അവൻ ഓഫാക്കണ്ടെന്ന്. കൊള്ളാം കൊള്ളാം. തേന് വെച്ചത് കൂടെ തേൻ ജലദോഷത്തിന് നല്ലതല്ല. ഫാക്റ്റാണ്, ചുമ്മാ പറയണോ? കാര്യം പറഞ്ഞ തണുപ്പാണ് തേൻ. ഓൾറെഡി തണുപ്പത്താ കിടക്കണം. കൊണ്ടായി നാളെ രാവിലെ നീ എങ്ങനെ നിൽക്കും? നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അതാ മൂതി എവിടെയെങ്കിലും വെച്ച്. അപ്പം ഇതുകൊണ്ട് നിർത്തില്ല. അപ്പം ഓക്കെ ഗൈസ്, കഴിഞ്ഞ്. നമ്മളപ്പോൾ ചാളയും മത്തിക്കറി എന്ത് ചെയ്യും? സ്വപ്നത്തിൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു കഷ്ണം തിന്നു. ആരോടാ? 3:30 ക്ലാസ് 3:15 വരുന്നുണ്ട്. അതേടെ ഔട്ട് റീച്ച് ഉണ്ട്. എനിക്ക് 4 മണിയാകുമ്പോൾ ഔട്ട് റീച്ച് എത്തണം. 4 to 5 ആയിരിക്കും. 5 മണി നമുക്ക് പോയി മീൻ തിന്നായിരുന്നു അല്ലേ? നിനക്ക് കേരള ടൈപ്പ് അല്ലേ വേണ്ടത്? ഫോണെ നക്കി തിന്നു. അപ്പോൾ അതോടെ നമുക്ക് ഇന്നത്തെ നിർത്തുകയാണ്. ഗുഡ് നൈറ്റ്, ശുഭദിനം, ബൈ ബൈ. എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമീബി അല്ല, അമീബി നൈറ്റ്. വേണ്ട, ശരി എന്നാൽ ഗുഡ് നൈറ്റ്.